why? But why? But why? But why? But why? Indian. But why? ഇന്ത്യൻ 2 എന്ന ചിത്രത്തിലെ നായകൻ തന്നെ പറയുന്നത് ഇന്ത്യൻ 2 എന്ന ചിത്രത്തിന്റെ ഏറ്റവും മികച്ച ഭാഗം അടുത്ത വർഷം പുറത്തിറങ്ങുന്ന ഇന്ത്യൻ 3 ആണെന്നാണ്. അതൊരു ചൂണ്ടുകാണിക്കലാണ്. തല ഊമ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പടം. കഥയൊന്നും ഇല്ല. കംബാക്ക് ഇന്ത്യൻ. അതിൽ കഥയും തേങ്ങയൊന്നും ഇല്ല, സ്ഥിരം പരിപാടി തന്നെ. ഒരു ഏകദേശം 3/4 ഭാഗത്തോളം കംബാക്ക് ഇന്ത്യൻ ആയിരുന്നു. അത് കഴിഞ്ഞ നമ്മളും ബാക്കിയുള്ളവരും ആ സിനിമയിൽ ഗോ ബാക്ക് ഇന്ത്യൻ. അയ്യോ ചോദിച്ചോ. സ്പൂഫ് 916 മലങ്കൾട്ട്. പിന്നെ നമ്മളെ കംബാക്ക് ഇന്ത്യൻ പാട്ട് ഇതൊക്കെ വന്നു പോകുന്നു. കഥയില്ലാത്തോണ്ട് പിന്നെ എന്താണെങ്കിലും ഷോസ് ഒരു ഹാഷ്ടാഗിന് വെറുതെ കംബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗ് അടിച്ച അത് ട്രെൻഡിങ്. ഗോ ബാക്ക് ആദ്യം മുതൽ അവസാനം വരെ തല കുത്തി മറിഞ്ഞിരിക്കാം. പുറത്തിറങ്ങിയപ്പോ മഴ ഇത് എന്താ പറയാ, ഞങ്ങളെ കരച്ചിലാണ് ഈ മഴ. അങ്ങനെ കാരണം പൈസ പോയ സങ്കടം. ക്ലാസിക് പടത്തിനെ എന്തിനാണ് അണ്ണാ തൊലച്ചത്? താത്തായുടെ മുഖം കെട്ട് കണ്ടത് മുതൽ ഇൻട്രോ മുതൽ സിനിമ ഒരു ഇരുത്തുണ്ട്, പിന്നെ എണീറ്റിട്ടില്ല. എന്റെ പൊന്നോ, ഇത് താത്ത വന്നു കഴിയുമ്പോ തത്തിന്ന. ഇന്ത്യനെ എവിടെ ഉറയിലിട്ട് വെച്ചിരിക്കണം, തായ്ലൻഡിലെവിടെ. കാരണം ഇതുവരെ നടന്ന പ്രശ്നങ്ങളൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ ആരെങ്കിലും ഒക്കെ ഹാഷ്ടാഗ് ഇട്ട് വിളിക്കണം, എന്നാലേ പുള്ളിക്ക് വരാൻ പറ്റുള്ളൂ. ഈ സൈക്കോ താത്തയ്ക്കും പുള്ളിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കളിക്കാനായിരിക്കും. പിന്നെ താത്ത വന്നിട്ട് ഒരുമാതിരി അങ്ങനെ കാണിച്ചു പോയി. നമ്മൾ എന്തിനല്ല അവസാനം പരിധിയില്ല എന്ന് പറയുമ്പോൾ ഇതിൽ താത്തയ്ക്ക് പരിധിയില്ല. താത്തയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്താ പേര് തുടങ്ങുന്നത് അതിൽ അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. അതന്നെ. ഞാൻ വിചാരിച്ച ഇടയ്ക്ക് മറ്റേ ബഹിരാകാശത്തിന്റെ കോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇനി ഇവിടെ ഭൂമിയെല്ലാം സംരക്ഷിച്ചിട്ട് അടുത്ത് ചന്ദ്രനിൽ പോയിട്ട് അവിടെ നിന്നാക്കാൻ വേണ്ടി കറപ്ഷൻ മാറ്റാൻ വേണ്ടി പോകണം. ഞാൻ വിഗിന് പ്രശ്നമാണ് താത്തയ്ക്ക് തന്റെ പൂടയും കൂടി കൊടുക്കുന്നത്. അയ്യോ ബിജിയോ എന്റെ പൊന്നനിരുദ്ധേ. അനിരുദ്ധൊക്കെ വല്ല ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. കാരണം ഇതിൽ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ലെന്ന് പുള്ളി തോന്നിക്കാണ്. പുള്ളി വന്നിട്ട് സ്കോർ ഇട്ട് കൂടുതലും മറ്റേ സട അത് തന്നെ പാഠ അനിരുദ്ധ ചെയ്തിരിക്കുന്ന പാഠ കംബാക്ക് ഇന്ത്യ ലഞ്ച. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കംബാക്ക് ഇന്ത്യ ലഞ്ച. രക്ഷപ്പെട്ടൊരു വരവുണ്ട് മാസം സേനാപതി. എനിക്കിതിൽ കണ്ടതിലുള്ള ഒരു പോസിറ്റീവ് ഞാൻ പറയണല്ലോ, അത് പറയാനുള്ള സിദ്ധാർത്ഥാണ്. കാരണം സിദ്ധാർത്ഥിന് കൊടുത്ത റോള് സിദ്ധാർത്ഥ് പറ്റാവുന്ന രീതിയിലൊക്കെ സിദ്ധാർത്ഥ് ചെയ്തിട്ടുണ്ട്. പടത്തിൽ നല്ല 1-2 വിഷയങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ RK ലക്ഷ്മണന്റെ കാർട്ടൂൺ ഉണ്ടല്ലോ കോമൺ മാൻ, അതിനൊന്ന് ഇതിനകത്തോട്ട് ഒന്ന് റെഫർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അവർ തോട്ട് നന്നായി. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ലൈ, ആ ഒരു ഭാഗം ഈ ഒരു സിനിമയെ തന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ആ കാണിച്ച ട്രെയിലറാണ്. ഈ ഇന്ത്യൻ 3 എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. സ്വർണ്ണ കക്കൂസൊക്കെ കാണാൻ പറ്റിയത്. അതായത് നമ്മുടെ വിവേകായാലും നെടുമുടി ചേട്ടനായാലും അവർ ഇടയ്ക്ക് VFX-ൽ CGI-ൽ കുറേ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് നമുക്കറിയാൻ പറ്റും ഇത് CG ആണെങ്കിൽ, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിലാകെ കൊള്ളാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ പറയാം. ആർട്ട്, അത്യാവശ്യം VFX പരിപാടി. ഞങ്ങൾ പോവാണ് കേട്ടോ. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഇനി പറ്റൂല, താങ്ങ മുടിയാതെ തമ്പി. അതേ ഉള്ളൂ. ബൈ. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ തൃപ്തിയായില്ലടാ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാറിത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.